ഹലോ സ്റ്റുഡൻസ്, CBSE 10th സ്റ്റാൻഡേർഡിലെ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്ലക്ഷൻ എന്ന ചാപ്റ്ററാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ചാപ്റ്റർ കുറച്ച് ലെങ്തിയുമാണ്, കുറച്ച് ഡിഫിക്കൽട്ടുമാണ്. അങ്ങനെയാണ് കുട്ടികൾ സാധാരണ പറയാറ്. ലൈറ്റ് ചാപ്റ്റർ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിൻ്റെ കൺസെപ്റ്റുകൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്റർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, ചാപ്റ്റർ നെയിം ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ. ആദ്യമായി ബേസിക്കായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, നമ്മൾ പഠിക്കുന്നത് എക്സാമിന് മാത്രമല്ല, നമുക്കൊരു നോളജ് വർദ്ധിപ്പിക്കാൻ കൂടിയാണല്ലോ. അപ്പോൾ ലൈറ്റിൻ്റെ സ്റ്റഡി ഒരു ബ്രാഞ്ച് ഉണ്ട്, ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് ദാറ്റ് റിലേറ്റഡ് വിത്ത് സ്റ്റഡി ഓഫ് ലൈറ്റ്. ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒപ്റ്റിക്സ് ആണ്. ലൈറ്റിനെ കുറിച്ച് പഠിക്കുന്ന ബ്രാഞ്ച് ഓഫ് സയൻസ് ഒപ്റ്റിക്സ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ 10th പഠിച്ച് +1 +2 സമയത്ത് ഒപ്റ്റിക്സ് നമ്മൾ 2 ചാപ്റ്ററായിട്ട് പഠിക്കും. അവിടെ വേവ് ഒപ്റ്റിക്സ്, റേ ഒപ്റ്റിക്സ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കും. ഓക്കെ, അതിനു മുമ്പ് അറിയേണ്ട ബേസിക്കാണ് ആക്ച്വലി 10th നിങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ കാണാനായി കഴിയുന്നത് എന്നുള്ളതിൻ്റെ ആൻസർ അറിയണം. ഓക്കെ, എങ്ങനെയാണ് നമുക്കൊരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നത്? അപ്പോൾ നിങ്ങൾ പറയും നമുക്ക് കണ്ണുകളുള്ളത് കൊണ്ടാണ് കാണാൻ പറ്റുന്നത്, അല്ലേ, ലൈറ്റ് ഉള്ളത് കൊണ്ടാണ് കാണാൻ പറ്റുന്നത്. അങ്ങനെ പലതരം ആൻസറുകൾ നിങ്ങളെ മനസ്സിൽ വരുന്നുണ്ടാവും. കണ്ണുണ്ടെങ്കിലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, പക്ഷേ കണ്ണുണ്ടായാലും ലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒബ്ജക്ട്സിനെ കാണാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? അതായത് എപ്പോഴാണ് നമ്മളൊരു ഒബ്ജക്റ്റിനെ കാണുന്നത്? സാധാരണ നമ്മളിവിടെ ഒബ്ജക്റ്റിനെ ഇങ്ങനെ ഒരു അപ്വേർഡ് ആരോ മാർക്ക് വെച്ചിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ ആരോ മാർക്ക് എന്തും ആവാം. നമ്മളിപ്പോൾ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ ബിൽഡിംഗ് ആവാം, ഒരു കുട്ടിയാണെങ്കിൽ കുട്ടിയാവാം, സ്റ്റോൺ ആണെങ്കിൽ അതാവാം. എന്തിനേയും നമുക്ക് ജനറലായി റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് അപ്വേർഡ് ആരോ മാർക്ക് കേട്ടോ. അതായത് നമുക്ക് എപ്പോഴും വലിയൊരു ഒബ്ജക്റ്റിനെ വരക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെയുള്ളൊരു സിമ്പിൾ നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, ഇനി ഈ ആരോ മാർക്കിനെ അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റിനെ നമ്മൾ എപ്പോഴാണ് കാണുന്നത്? കാരണം ഇവിടെ ഒന്നുകിൽ നമ്മൾ പകലാണെങ്കിൽ സണ്ണുണ്ടാവും, അല്ലേ? അപ്പോൾ സണ്ണിന്ന് വരുന്ന സൺലൈറ്റ് ഈ ഒബ്ജക്റ്റിൻ്റെ മേലെ വന്ന് വീഴുന്നുണ്ടാവും, അല്ലേ? ഇറ്റ് വിൽ ബി ഇൻസിഡൻറ്റിങ് ഓൺ ദ ഒബ്ജക്റ്റ്, അല്ലേ? ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് ചെയ്യുന്നുണ്ടാവും. ഇനി ലൈറ്റ് റേ ഒരു ഒബ്ജക്റ്റിൻ്റെ മേലെ വീണ് കഴിഞ്ഞാൽ, ഇൻസിഡൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതവിടുന്ന് റിഫ്ലക്റ്റ് ചെയ്യും, അല്ലേ? ഇത് നമ്മൾ എവിടെ പഠിച്ചിട്ടുണ്ട്? ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ലൈറ്റിൻ്റെ റിഫ്ലക്ഷനും ലോസ് ഓഫ് റിഫ്ലക്ഷനും ഒക്കെ പഠിച്ചതാണ്. അതായത് ലൈറ്റ് റേസ് ഒബ്ജക്റ്റിൻ്റെ മേലെ വന്ന് വീണ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും? അത് റിഫ്ലക്റ്റ് ചെയ്യും. ഇനി ഈ റിഫ്ലക്റ്റ് ചെയ്തു വരുന്ന ലൈറ്റ് റേസ് നമ്മുടെ കണ്ണിലെത്തുന്ന സമയത്ത്, ഓക്കെ, ഈ റിഫ്ലക്റ്റ് ചെയ്തു വന്ന ലൈറ്റ് റേസ് നമ്മുടെ കണ്ണിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും. അതായത് ഈ ഒബ്ജക്റ്റിൽ നിന്നാണല്ലോ ഈ ലൈറ്റ് റേസ് വന്നത് ആക്ച്വലി, പക്ഷേ അത് റിഫ്ലക്റ്റഡ് ലൈറ്റാണ്. ഇതിന് സ്വന്തമായിട്ട് ലൈറ്റ് ഇല്ല. ചിലപ്പോൾ ഇതിപ്പോൾ മെഴുകുതിരി ആവാം. മെഴുകുതിരിയൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് തന്നെ ലൈറ്റ് വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ ആ ലൈറ്റ് നമ്മളെ കണ്ണിലേക്ക് എത്തുമ്പോൾ നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ പറ്റും. ഏതൊരു ഒബ്ജക്റ്റ് ആയാലും ചിലതിന് സ്വന്തമായി പ്രകാശം ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് ലൈറ്റ് സോഴ്സുകളാവാം, അല്ലേ? സണ്ണ്, ക്യാൻഡില്, ബൾബ്, അതുപോലെയല്ലേ. ചിലതെങ്ങനെയായിരിക്കും? ഇപ്പം മൂണ്, നമ്മൾ, ഹ്യൂമൻ ബീങ്സ്, വേറെ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റുമോ അതൊക്കെ എന്ത് ചെയ്യും? ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യും. അപ്പോൾ റിഫ്ലക്റ്റഡ് ലൈറ്റോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ലൈറ്റോ നമ്മളെ കണ്ണിലെത്തുമ്പം നമുക്ക് ആ ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടി പറ്റും. അതായത് ഇപ്പം നമ്മളിവിടെ സണ്ണിനെ കാണുന്നത് എന്തുകൊണ്ടാണ്? സൺലൈറ്റ് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി, നമ്മളിപ്പോൾ ഇങ്ങോട്ട് ഈ ഡയറക്ഷനിൽ നോക്കുമ്പോൾ ഈ ഒബ്ജക്റ്റിനെ അല്ലേ കാണുന്നത്? ഈ ഒബ്ജക്റ്റിനെ നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെയല്ലേ കാണുന്നത്? കാരണം ഈ ലൈറ്റ് റേസ് നമ്മളെ കണ്ണിലെത്തുമ്പോൾ നമുക്ക് ബ്രെയിൻ ഉണ്ട്, നമ്മൾ ബുദ്ധിയുള്ള ഹ്യൂമൻ ബീങ്സ് ആണ്. നമുക്ക് എന്ത് മനസ്സിലാവും? എവിടുന്നാണ് ഈ ലൈറ്റ് റേസ് വന്നത് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. അത് എവിടുന്ന് വന്നു എന്ന്. അപ്പോൾ എവിടുന്നാണോ വന്നത് അവിടെ തന്നെ നമ്മൾ ഒബ്ജക്റ്റിനെ കാണും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എപ്പോഴാണ് നമുക്ക് ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുന്നത് എന്നുള്ളത്. ഓക്കെ, ഇനി റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്താണെന്ന് നോക്കാം. റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. നിങ്ങൾ മിറേഴ്സിൻ്റെ സിമ്പിൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. എന്നാലും പ്ലെയിൻ മിറർ നമുക്ക് ഒരെണ്ണം വരയ്ക്കാം. ഓക്കെ, പ്ലെയിൻ മിററിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണല്ലോ. ഇതാണ് പ്ലെയിൻ മിററിൻ്റെ സിമ്പിൾ.
ഒരു മിററിന് റിഫ്ലക്റ്റിംഗ് സർഫസും നോൺ റിഫ്ലക്റ്റിംഗ് സർഫസും ഉണ്ടാവുമല്ലോ. അതായത് നമ്മൾ കണ്ണാടി നോക്കുന്ന ഭാഗവും അതിനൊരു പുറംചട്ടയും ഉണ്ടാവും അല്ലേ. പുറംചട്ടയാണ് നോൺ റിഫ്ലക്റ്റിംഗ് സർഫസ്. ഇത് നോൺ റിഫ്ലക്റ്റിംഗ് സർഫസാണ്. നോൺ റിഫ്ലക്റ്റിംഗ് സർഫസിനെയാണ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മൾ ഇവിടെ നിന്ന് വേണം ഈ കണ്ണാടിയിലേക്ക് നോക്കാൻ. ഓക്കെ, ഈ ഭാഗമാണ് നമ്മുടെ കണ്ണാടി അല്ലേ. ഇനി ഈ കണ്ണാടിയിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അതിലേക്ക് വന്ന് വീഴുന്ന ഒരു ലൈറ്റ് റെയിനെയും കൺസിഡർ ചെയ്യാം. നമ്മൾ ഡ്രോയിങ്സ് ഒക്കെ തന്നെ സ്കെയിലും പെൻസിലും വെച്ച് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. അങ്ങനെ തന്നെ ചെയ്യണേ. അപ്പോൾ ഈ ഒരു ലൈറ്റ് റേ എന്ത് ചെയ്തു, ഒരു പോയിന്റിൽ വന്ന് വീണല്ലോ. അപ്പോൾ ഇതെന്താണ്, ഇൻസിഡൻറ്റ് റേ ആണ് അല്ലേ. ഇൻസിഡൻറ്റ് വന്ന് വീഴുന്ന റേ. ഇനി ഈ പോയിന്റിൽ തന്നെ നമുക്ക് എന്ത് വരക്കാൻ വേണ്ടി പറ്റും, ഇതാണ് ഇനിയിപ്പോൾ നമ്മുടെ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. എവിടെയാണോ ഇൻസിഡൻറ്റ് റേ വന്ന് വീഴുന്നത് അതാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നമ്മൾ എന്ത് വരക്കണം, നോർമൽ റേ വരക്കണം, അതായത് പെർപെൻഡിക്കുലർ. നോർമൽ റേ വരച്ചു. ഓക്കെ, ഇനി ലോസ് ഓഫ് റിഫ്ലക്ഷൻ്റെ ഫസ്റ്റ് ലോ പറയുന്നത് എന്താണെന്നറിയോ, ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആയിരിക്കും എന്നാണ്. അപ്പോൾ ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ഈക്വൽ ആയിരിക്കും. ആ രീതിയിലായിരിക്കും ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അതായത് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഇനി എന്താണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്? ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് നോർമൽ റേ. ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ, ആംഗിൾ ബിറ്റ്വീൻ റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ റേ. മനസ്സിലായല്ലോ. നോർമൽ റേയും ഇൻസിഡൻറ്റ് റേയും തമ്മിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, നോർമൽ റേയും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഓക്കെ, ഈ രണ്ട് ആംഗിളും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ലൈറ്റ് റേ ഇങ്ങനെ കുറച്ചുകൂടി ചെരിഞ്ഞിട്ടാണ് വന്ന് വീഴുന്നതെങ്കിൽ ഈ പോയിന്റിൽ തന്നെ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ എങ്ങനെ വരും, ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഈക്വൽ ആകുന്ന രീതിയിൽ ആയിരിക്കും അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ഒരു പോയിന്റിൽ മാത്രം എടുത്തിട്ടേ നമുക്ക് പഠിക്കാൻ കഴിയുള്ളൂ. ആക്ച്വലി എന്താണ്, ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് ലൈറ്റ് റേസ് ഇവിടെ വന്ന് വീഴുന്നുണ്ടല്ലേ. അതൊന്നും നമുക്ക് വരക്കാൻ പറ്റില്ല. പഠിക്കാനായി നമുക്ക് ഒരു പോയിന്റിലെ ലൈറ്റ് റേസിനെ മാത്രമേ വരക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരു പോയിന്റിൽ വരച്ചു. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇവിടെയൊക്കെ നമുക്ക് ലൈറ്റ് റേസ് ഉണ്ട്, പക്ഷേ നമ്മൾ വരക്കുന്നില്ല. അതുമാത്രമല്ല പലതരം ആംഗിളിൽ ആക്ച്വലി ലൈറ്റ് റേസ് 4 ഭാഗത്തുനിന്നും വന്ന് വീഴുന്നുണ്ടല്ലേ. അപ്പോൾ നമ്മൾ പഠിക്കാനായി ഏതെങ്കിലും ഒരു ആംഗിൾ വരച്ചു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് റിഫ്ലക്ഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് ലോ ഓഫ് റിഫ്ലക്ഷൻ പറയുന്നത് ഇൻസിഡൻറ്റ് റേ, റിഫ്ലക്റ്റഡ് റേ ആൻഡ് നോർമൽ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. അതായത് നമ്മളിപ്പോൾ ഇവിടെയാണ് ലൈറ്റ് റേ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു നോർമൽ വരക്കാൻ പറ്റും അല്ലേ. അപ്പോൾ എവിടെയാണോ കൺസിഡർ ചെയ്യുന്നത് അവിടെ വരക്കുന്ന നോർമൽ, പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ വരക്കുന്ന നോർമൽ, അതൊക്കെ ഒരു പ്ലെയിനിലായിരിക്കും. ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു പേപ്പർ, ഇതാണ് ഒരു പ്ലെയിൻ അല്ലേ. നമ്മുടെ കണ്ണാടി ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ ഇൻസിഡൻറ്റ് റേ ഇങ്ങനെ വരും, റിഫ്ലക്റ്റഡ് റേ ഇങ്ങോട്ട് പോവും, സെൻറ്ററിൽ നോർമൽ റേ വരും. ഇതൊക്കെ ഈ ഒരു പ്ലെയിനിൽ തന്നെയല്ലേ ഇരിക്കുന്നത്. അത്രമാത്രമേ അത് മീൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ക്ലിയർ ആയിട്ട് പഠിക്കുക. ലോസ് ഓഫ് റിഫ്ലക്ഷൻ വളരെ സിമ്പിളാണ് ആക്ച്വലി. അപ്പോൾ ലോസ് ഓഫ് റിഫ്ലക്ഷൻ്റെ കേസിൽ നമുക്ക് ആദ്യം ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻ മിററിൻ്റെ കേസാണ്. പ്ലെയിൻ മിററിൻ്റെ കേസിൽ നമ്മൾ റേ ഡയഗ്രാം വരക്കാൻ പഠിക്കണം. അതേപോലെ പ്രോപ്പർട്ടീസ് ഓഫ് ദ ഇമേജ് ഫോംഡ് അതും കൂടി പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം റേ ഡയഗ്രാം വരക്കാം. അപ്പോൾ ഞാൻ പ്ലെയിൻ മിറർ, ഇനിയിപ്പോൾ ഞാൻ കുത്തനെ വെക്കുവാണ് മിറർ. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് എവിടെ നിന്നെങ്കിലും ഒരു പോയിൻ്റ് നമുക്ക് സെലക്ട് ചെയ്യണമല്ലോ. അതിന് വേണ്ടി നമ്മൾ ഈ ഒരു സ്ഥലത്താണ് ഒബ്ജക്റ്റ് വെക്കുന്നത് എന്ന് വിചാരിക്കുക. ഇത് കുറച്ച് മേലേക്ക് വേണമെങ്കിൽ വരക്കാം, ഈ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വരക്കാം, എങ്ങനെ വേണമെങ്കിലും വരക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റ്, ഇതാണ് ഒബ്ജക്റ്റ്. ഓക്കെ, ഇനി നമുക്ക് ഇമേജ് എവിടെ കിട്ടുമെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഒരു ഇമേജ് വരക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ മിനിമം 2 ലൈറ്റ് റേസ് ആവശ്യമാണ്.
ഒറ്റൊരെണ്ണം വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. മിനിമം 2 ലൈറ്റ് റേസ് എങ്കിലും ആവശ്യമാണ്. 2ൽ കൂടുതൽ വേണമെങ്കിൽ വരക്കാം കേട്ടോ. പക്ഷെ നമ്മൾ സാധാരണ 2ൽ കൂടുതൽ വരച്ചു കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആവും. അപ്പോൾ 2 ലൈറ്റ് റേസിനെ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. ഓക്കെ, ഇനി എവിടെയാണ് നമുക്ക് ഇമേജ് കിട്ടുക? എവിടെയാണോ ലൈറ്റ് റേസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് അവിടെയാണ് നമുക്ക് ഇമേജ് കിട്ടുക. അത് ഓർമ്മിക്കണം. എവിടെയാണോ ലൈറ്റ് റേസ് ആഫ്റ്റർ റിഫ്ലക്ഷൻ മീറ്റ്സ്, ലൈറ്റ് റേസ് റിഫ്ലക്റ്റ് ചെയ്തതിന് ശേഷം എവിടെയാണോ മീറ്റ് ചെയ്യുന്നത് ആ പോയിന്റിൽ നമുക്ക് ഇമേജ് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു ലൈറ്റ് റേ, ഇങ്ങനെയുള്ള ഒരു ലൈറ്റ് റേനെ കൺസിഡർ ചെയ്യാൻ പോവാം. ഈ ലൈറ്റ് റേയുടെ പ്രത്യേകത എന്താ? നമ്മൾ റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ എപ്പോഴും ആരോ മാർക്ക് ഇടാൻ വിട്ടുപോകരുത്. ഈ ലൈറ്റ് റേയുടെ പ്രത്യേകത എന്താ? ഈ സർഫസിന് ഇത് പെർപെൻഡിക്കുലർ അല്ലേ? ആണല്ലേ. അതായത് ഇത് നോർമൽ റേ ആണ്. നോർമൽ റേ ആണെങ്കിൽ എന്ത് സംഭവിക്കും? നോർമൽ റേ എന്ത് ചെയ്യും? അതേപോലെ തന്നെ തിരിച്ചു പോകും അല്ലേ? അവിടെ 0 അല്ലേ ശരിക്കും പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഒക്കെ വരിക. ക്ലിയർ ആണല്ലോ? ക്ലിയർ അല്ലെങ്കിൽ കമൻ്റായിട്ട് ചോദിച്ചാൽ മതി, ഡീറ്റെയിൽ ആയിട്ട് പറയാം. അതിലൊന്നും പറയാനില്ല ആക്ച്വലി കേട്ടോ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? നോർമൽ റേ വന്ന പോലെ തന്നെ തിരിച്ചു പോകും. അതായത് ഇങ്ങനെ തിരിച്ചു വരും. ഓക്കെ, ഇനി വേറൊരു ലൈറ്റ് റേ ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു പോയിൻ്റ്, ഇതല്ലേ നമ്മൾ ബേസ് ലൈനായിട്ട് എടുത്തത്, അപ്പോൾ ഇവിടത്തേക്ക് വീഴുന്ന ഒരു ലൈറ്റ് റേനെ ഞാൻ വരക്കുവാണ്. രണ്ടാമത്തെ ലൈറ്റ് റേ. ഞാൻ പറഞ്ഞു 2 ലൈറ്റ് റേ മിനിമം ആവശ്യമുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് രണ്ടാമത്തെ ലൈറ്റ് റേ. ഓക്കെ, ഇനി ഈ 2 ലൈറ്റ് റേയും എവിടെ നിന്നാണ് വന്നത്? ടിപ്പ് നിന്നാണ് വന്നത് അല്ലേ? ഇവിടുന്ന് പുറപ്പെടുന്ന 2 ലൈറ്റ് റേനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ആക്ച്വലി ഇവിടുന്നൊക്കെ ലൈറ്റ് റേസ്, ഇൻഫിനൈറ്റ് നമ്പർ ഓഫ് ലൈറ്റ് റേസ് ആണ് എല്ലാ കേസിലും. ഇവിടുന്നൊക്കെ ലൈറ്റ് റേസ് വരുന്നുണ്ട്. എല്ലാം നമുക്ക് വരച്ചു കഴിഞ്ഞാൽ മൊത്തം കോംപ്ലിക്കേറ്റഡ് ആവും, വരച്ച് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഒരു പോയിന്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി ഈ ലൈറ്റ് റേക്ക് എന്ത് സംഭവിക്കും? ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആവുന്ന രീതിയിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്യും അല്ലേ? അപ്പോൾ നമുക്ക് വരക്കാം. ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഈക്വൽ ആവുന്ന രീതിയിൽ. കറക്റ്റാണെന്ന് തോന്നുന്നു ഏകദേശം അല്ലേ? ഈ ആംഗിളും ഈക്വൽ ആവുന്ന രീതിയിൽ ഇത് റിഫ്ലക്റ്റ് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ എവിടുന്നാണ് നോക്കുന്നത്? കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് ഇവിടുന്നാണല്ലോ നോക്കുന്നത്. ഇതിപ്പം നമ്മൾ തന്നെയാണെങ്കിൽ നമ്മൾ നേരെ തന്നെ നോക്കുന്നു, അല്ലെങ്കിൽ കണ്ണാടീൻ്റെ മുമ്പിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ നോക്കുന്നു. 2 രീതിയിലും വിചാരിക്കാം. ഇപ്പം നമ്മൾ ഇവിടുന്ന് നോക്കുന്നതാണെന്ന് വിചാരിക്കുക കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ 2 ലൈറ്റ് റേസ് കണ്ടോ ഇങ്ങനെ വരുന്നുണ്ട്. ഇങ്ങനെ നേരെയല്ല വരുന്നത്, കുറച്ചിതാ ഇങ്ങനെ ചെരിഞ്ഞിട്ടല്ലേ വരുന്നത്. അതായത് ഡൈവേർജ് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. ഇത് രണ്ടും ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇൻ്റർസെക്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ മീറ്റ് ചെയ്യില്ല അല്ലേ? ലൈറ്റ് റേസ് മീറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്? ഇമേജ് കിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കിയത്. അപ്പോൾ ലൈറ്റ് റേസ് മീറ്റ് ചെയ്യില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരു ടോർച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ടോർച്ച് കാണുന്നില്ല, പക്ഷെ ടോർച്ച് ലൈറ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് ഏകദേശം ഒരു ഇങ്ങനെയല്ലേ ഉണ്ടാവുക? ഡൈവേർജ് ചെയ്ത് പോകുന്ന രീതിയിലല്ലേ ടോർച്ചിൽ നിന്ന് ലൈറ്റ് വരിക. അപ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ബാക്കിൽ എവിടെയോ ഒരു ബൾബുണ്ട്, അതിൽ നിന്ന് ലൈറ്റ് ഇങ്ങനെ വന്നതാണെന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുമല്ലോ. അതേപോലെ നമ്മുടെ ബ്രെയിൻ എന്താ മനസ്സിലാക്കുക? ഈ 2 ലൈറ്റ് റേസും പിറകുന്ന് എവിടുന്നോ വന്നതാണ് എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാവും. ഓക്കെ, ബാക്കിൽ നിന്ന് എവിടുന്നോ ആണ് വന്നത്, കാരണം ഇത് ഡൈവേർജിങ് ലൈറ്റ് റേസ് ആണ്. അപ്പോൾ ആ ബാക്കിൽ നിന്ന് എവിടുന്നോ ആണ് വന്നത് എന്നുള്ള ആ തോന്നലുണ്ടല്ലോ, ആ പോയിന്റ് നമുക്കിനി കണ്ടുപിടിച്ച് നോക്കാം. അതിനു വേണ്ടി എന്ത് ചെയ്യുക? ഈ 2 ലൈറ്റ് റേനെയും ഒരു സ്കെയിൽ വെച്ച് നേരെ ബാക്കിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യുക, നീട്ടി വരക്കുക. ഓക്കെ, സ്കെയിൽ വെച്ച് തന്നെ ചെയ്യണം. നേരെ സ്കെയിൽ വെച്ച് നീട്ടി വരച്ചു. ഇത് രണ്ടും കൂടി മീറ്റ് ചെയ്ത് ഈ പോയിന്റ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ ബ്രെയിനിന് എന്താണ് തോന്നുന്നത്? ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഈ ലൈറ്റ് റേ ഇങ്ങനെ വന്നത്. കണ്ടോ, ഈ ഒരു പോയിന്റിൽ നിന്നാണ് ഈ ലൈറ്റ് റേ ഇങ്ങനെ വന്നത് എന്ന് തോന്നും. അപ്പോൾ എവിടെ നിന്നാണോ ലൈറ്റ് റേ വന്നത് അവിടെയാണ് നമ്മൾ ഇമേജ് കാണുക അല്ലേ? അവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റിനെ കാണുക, അല്ലെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ പ്രതിബിംബം കാണുക അല്ലേ? ടിപ്പിൽ നിന്ന് പുറപ്പെട്ട ലൈറ്റ് റേസ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് കാണും? ഇവിടെ ടിപ്പിനെ കാണും. ഓക്കെ, അപ്പോൾ ഓരോരോ പോയിൻറ്റും നമ്മളിങ്ങനെ എടുത്തെടുത്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇതേപോലെ ആയിരിക്കും നമുക്ക് ഇമേജ് കിട്ടുക. ഓക്കെ, ഇതേപോലെ നമുക്ക് ഇമേജ് കിട്ടും. ഓരോ പോയിൻറ്റും എടുത്ത് നമ്മൾ വരയ്ക്കില്ല, മേലത്തെ പോയിൻ്റ് മാത്രമേ എടുക്കുള്ളൂ കേട്ടോ. ക്ലിയർ?
ഇത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഒബ്ജക്റ്റ്, ഇതാണ് ഇമേജ്. ഇതാണ് ഡയഗ്രാം ഇൻ ദ കേസ് ഓഫ് എ പ്ലെയിൻ മിറർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നാണ് നമുക്ക് നെക്സ്റ്റ് അറിയേണ്ടത്. ഓക്കെ, ഇവിടെ നോക്കിയേ, ഈ ഒരു നമ്മളിപ്പം കറക്റ്റ് മെഷർമെൻറ്റിൽ വരച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ആ ചിത്രത്തിൽ തന്നെ എല്ലാം ക്ലിയർ ആയിരിക്കും. നോക്കിയേ, സൈസ് ഓഫ് ദ ഇമേജും സൈസ് ഓഫ് ദ ഒബ്ജക്റ്റും സൈസ് ഓഫ് ദ ഇമേജും ഈക്വൽ അല്ലേ? സൈസ് ഓഫ് ദ ഒബ്ജക്റ്റും സൈസ് ഓഫ് ദ ഇമേജും ഈക്വൽ ആണല്ലേ? ഒബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെയും സൈസ് ഈക്വലാണ് അല്ലേ? ഇനി ഈ ഒരു ഡിസ്റ്റൻസ് നമ്മളിപ്പം കണ്ണാടിയിൽ നോക്കിയാൽ കണ്ണാടീൻ്റെ മുമ്പോട്ടേക്ക് പോകുമ്പം നമ്മളെ ഇമേജ് അതിനനുസരിച്ച് മൂവ് ചെയ്യും. കണ്ണാടിയിൽ നിന്ന് നമ്മൾ ദൂരം ബാക്കോട്ടേക്ക് പോയി കഴിഞ്ഞാലോ അതിനനുസരിച്ച് നമ്മളെ ഇമേജ് മൂവ് ചെയ്യുന്നില്ലേ അതിൻ്റെ ഉള്ളിൽ? അത് നമ്മുടെ എക്സ്പീരിയൻസ് ആണ് അല്ലേ? ഡെയിലി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ്, അതായത് മിററും ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസും മിററും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസും എപ്പോഴും ഈക്വൽ ആയിരിക്കും ഇൻ ദ കേസ് ഓഫ് എ പ്ലെയിൻ മിറർ. ഇനി ഇവിടെ നമുക്ക് കിട്ടിയ ഇമേജ് അത് നമുക്ക് തൊട്ട് നോക്കാനായിട്ട് പറ്റുമോ? തൊട്ട് നോക്കാനായിട്ട് പറ്റില്ല കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്തോ. കണ്ണാടീൻ്റെ അകത്തല്ലേ ഇമേജ് ഉള്ളത്, നമുക്കതിനെ തൊടാനായിട്ട് പറ്റില്ല. നമ്മൾ പിന്നെ കണ്ണാടി പോയി മുട്ടണം സർഫസിൽ, എന്നാൽ പിന്നെയും നമുക്ക് പറയാൻ ടച്ച് ചെയ്യാൻ പറ്റും. അല്ലാതെ നമുക്ക് ഈ ഇമേജിനെ ടച്ച് ചെയ്ത് നോക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ടച്ച് ചെയ്ത് നോക്കാനായിട്ട് പറ്റാത്ത ഈ ഇമേജ് എന്തല്ല? റിയൽ അല്ല, സത്യത്തിലുള്ളതല്ല, റിയൽ അല്ല, തോന്നൽ മാത്രമാണ്. പക്ഷേ അതിനെ കറക്റ്റായി ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള കഴിവ്, മനസ്സിലാക്കാനുള്ള കഴിവ് ബ്രെയിനിനുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഇമേജ് എന്താണ്? ഇത് വെർച്വൽ ഇമേജാണ്, റിയൽ അല്ല. വെർച്വൽ ഇമേജ് എങ്ങനെയാണ് ഉണ്ടായത്? വെർച്വൽ ഇമേജിൻ്റെ കേസിൽ ആക്ച്വൽ മീറ്റിംഗ് ഓഫ് ലൈറ്റ് റേസ് ഉണ്ടാവുന്നില്ല. റിയൽ ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ഫോംഡ് ബൈ ആക്ച്വൽ മീറ്റിംഗ് ഓഫ് ലൈറ്റ് റേസ് ആണ്. ഓക്കെ, ഇനി വെർച്വൽ ഇമേജ് ആണല്ലോ ഉണ്ടായത്. ഇനി ഈ വെർച്വൽ ഇമേജ് ഇറക്റ്റ് ആണോ അല്ലെങ്കിൽ അപ്സൈഡ് ഡൗൺ ആണോ? ഇൻവേർട്ടഡ് ആണോ ഇറക്റ്റ് ആണോ? അതാണ് കറക്റ്റ് ടേം. ഇൻവേർട്ടഡ് ആണോ ഇറക്റ്റ് ആണോ? നേരെ തന്നെയല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ഇറക്റ്റ് ആണ്. ഇനി നിങ്ങൾ നോക്കിക്കോ, പിന്നീട് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാവും ഈ രണ്ട് വെർച്വൽ ഇറക്റ്റ് ഇത് രണ്ടും ഒരു പെയറാണ്. ഇതൊന്നിച്ചേ വരുള്ളൂ കേട്ടോ. ഇറക്റ്റ് ആണെങ്കിൽ വെർച്വൽ ആയിരിക്കും, വെർച്വൽ ആണെങ്കിൽ ഇറക്റ്റ് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി നമുക്കറിയാം. നമ്മൾ രാവിലെ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ വലത് കൈ പൂക്കുമ്പോൾ നമുക്കത് ഇടത് കൈയായിട്ട് തോന്നും അല്ലേ? ഇടത് ഭാഗം വലത് ഭാഗമായിട്ടും തോന്നും. അതായത് അവിടെ ഒരു ഇൻവേർഷൻ ഉണ്ട്, ഇമേജിൻ്റെ ഇൻവേർഷൻ ഉണ്ട്. നേരെ തല തിരിയല്ല ചെയ്യുന്നത്, സൈഡ് വേ മാത്രമാണ് ഇങ്ങനെ മാറുന്നത് അല്ലേ? അപ്പോൾ അതിനെ നമ്മൾ, ആ പ്രോപ്പർട്ടീനെ നമ്മൾ ലാറ്ററൽ ഇൻവേർഷൻ എന്നാണ് പറയുന്നത്. ലാറ്ററൽ ഇൻവേർഷൻ. അപ്പോൾ ഇത്രയും ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ഇമേജ് ഫോംഡ് ബൈ പ്ലെയിൻ മിറർ. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഓക്കെ, അതേപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷനിൽ, ഈ ഒരു സെക്ഷനിൽ നമുക്ക് പ്രോബ്ലംസ് അങ്ങനെ വരാനില്ല. ചിലപ്പോൾ ചോദിക്കാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസ് തരും. അതായത് ഒരു 10 സെൻറ്റിമീറ്ററിലാണ് ഒബ്ജക്റ്റ് വെച്ചതെങ്കിൽ മിററിൽ നിന്ന് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ അത് 10 തന്നെ ആയിരിക്കുമല്ലോ. പിന്നെ ചോദിക്കാനുള്ളത് ഒബ്ജക്റ്റും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര എന്നാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ച് മനസ്സിലാക്കണം. ഒബ്ജക്റ്റും ഇമേജും വരുന്ന സമയത്ത് ഡിസ്റ്റൻസ് 20 സെൻറ്റിമീറ്റർ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫിഗറും പ്രോപ്പർട്ടീസും ഈ ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം മാത്രമാണ് പോസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ സ്പെറിക്കൽ മിറേഴ്സിൻ്റെ ബേസിക്കും പിന്നീട് അങ്ങോട്ട് നമുക്ക് അതിൻ്റെ ക്ലിയറായിട്ട് ഓരോ കേസിലുള്ള റേ ഡയഗ്രാംസും പ്രോബ്ലംസും ഒക്കെ 1 by 1 ആയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ചിൽഡ്രൻ.